അസ്സലാമലൈക്കും. നസ്ല ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളെ ചെറിയ ചെറിയ സന്തോഷങ്ങളും എല്ലാതും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതെൻ്റെ വീടാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ചെറിയൊരു വീടാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് വലുതൊക്കെ പണിയണം. എനിക്ക് അൽഹംദുലില്ലാഹ് നമ്മ എപ്പോഴും ഇതിൽ സന്തോഷം കിട്ടാം. എനിക്ക് ഏറ്റവും സന്തോഷമാണ് ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ എന്തോ ഒരു പ്രത്യേക ഒരു ഫീലിംഗാണ് ഈ വീടിൻ്റെ ഉള്ളിൽ. അവിടെ ചെറുമാതിരൊക്കെ ചെടികളൊക്കെ ഞങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടൊക്കെയുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്ക് ഈ വീട് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഫ്രണ്ടിൽ തന്നെ നമ്മൾ വീട് പണിയാനായിട്ട് സ്ഥലം വിട്ടിട്ട് ബാക്കിലേക്ക് വീട് പണിതിട്ടുള്ളതാണ്. വീടല്ല, നമുക്ക് ഭാവിയിലത്തെ വീടിൻ്റെ അടുക്കള സൈഡ് പണിതു. പിന്നെ ഇത് താൽക്കാലികമായിട്ട് പണിതതാണെങ്കിലും ഇപ്പോൾ അത് പെർമനൻ്റായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കുറച്ചൊരു സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ട് വന്നപ്പോൾ പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്കത് പിന്നീട് ചെയ്യാം, നമ്മൾ കുറേ ലോൺ എടുക്കണേലും നല്ലതല്ലേ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ആക്കി. കുഴപ്പമില്ല, നമുക്കതിൽ സന്തോഷമാണ്. നമുക്ക് സന്തോഷം കണ്ടെത്താന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വലിയ കൊട്ടാരത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതൊക്കെയാണ് ഇത് ഭയങ്കര സന്തോഷം നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിൽ. എനിക്ക് വലിയ വീട്ടിൽ പോയി നിൽക്കണേലും ഇഷ്ടം ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ കാലത്തെ പരിപാടിയാണ്. നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ തട്ടിക്കൂട്ട് പുട്ട്, ഇന്നത്തെ ദിവസം ഫുള്ള് ഉടായിപ്പാണ്. ഇതിലാവുമ്പോൾ ഒരു പുട്ടൊക്കെ ഉണ്ടാക്കി. പിന്നെ ഉച്ചക്കൽക്ക് ഫിഷ് ബിരിയാണിയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ദിവസം നമ്മൾ സ്പെഷ്യലാണല്ലോ. പിന്നെ മക്കളുണ്ട്, ഇക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചു. കുക്കറിലൊക്കെ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ വേഗം കഴിയാൻ വേണ്ടിയിട്ട് കുക്കറിൽ ചെയ്തതാണ്. അക്ഷയ പോകേണ്ട ഒരു കാര്യമുണ്ട്. ID കാർഡിൻ്റെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശരിയാക്കണം. അപ്പോൾ അക്ഷയൊക്കെ പോകേണ്ട കാരണം അപ്പോൾ വേഗം പണികളൊക്കെ തീർത്തിട്ട് വേണം പോകാനും. മോൻ റെഡി ആയിട്ടുണ്ട് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. അതിനെ ഒരു പള്ളിയിൽ നിന്ന് വന്നോണം അപ്പോൾ പിന്നെ എനിക്ക് ഫോണ് കിട്ടില്ല. ഫോണ് അവർ കൊണ്ടുപോകും. അപ്പോൾ കൊണ്ടുവന്നപ്പോഴാണ് ചോറ് വിളമ്പണ ടൈമിൽ എടുത്തത്. ഫിഷ് ബിരിയാണി ഉണ്ടാക്കി അവർ കഴിക്കണു. ഞങ്ങൾ നിലത്തിൽ നിന്നിട്ടാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ അവർ കഴിക്കണം. അങ്ങനെ നേരെ ഞങ്ങൾ അക്ഷയയിലേക്ക് വിട്ടു. അക്ഷയയിലൊക്കെ പോയി ഒക്കെ ശരിയാക്കി, ഫോമൊക്കെ എല്ലാം ശരിയാക്കി. ഇനി ഒരു മാസത്തിന് ശേഷം നമുക്കത് കിട്ടുള്ളൂ എന്നാണ്. കയ്യിൽ കിട്ടുമ്പോൾ ഒരു മാസം കഴിയും. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ട് പുതിയൊരു ചായക്കട വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളത് കയറി 2 സമൂസയും എനിക്കും ഇക്കാക്കും ചായയും മോൾക്ക് പാൽ ചായയും പാലും വെള്ളവും മേടിച്ച്. കുഴപ്പമൊന്നുമില്ല, ചെറുമാതിരി ഒരു ചായക്കട, കുഴപ്പമില്ല. അതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. ഞാനെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകണം. ഇതേപോലെ എന്തെങ്കിലും ഒരു ചായ, ഒരു സമൂസ, ഒരു 50 രൂപയുടെ ഉള്ളിലുള്ള എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും. കഴിച്ചിട്ടൊക്കെ ഞങ്ങൾ വരുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ പോവും ആഴ്ചയിലൊരിക്കലൊക്കെ ഞങ്ങൾ പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ചധികം പൈസയ്ക്കൊക്കെ ഉണ്ണികൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കൊടുക്കും. ഞങ്ങൾ ഇതേപോലെ ചായ കുറച്ചധികം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അത്യാവശ്യം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ വല്ലാത്തൊന്നും വിചാരിക്കരുത് കേട്ടോ. ചെറുമാതിരി ഇതേപോലൊക്കെ തന്നെ ഒരു ചായക്കടി ഇതൊക്കെ മേടിക്കും. മക്കൾക്ക് എന്തെങ്കിലും ഷവർമ ഇതൊക്കെ മേടിച്ച് കൊണ്ടുവരും. അപ്പോൾ പോകുമ്പോഴത്തെ വ്യൂ ആണ് ഈ കാണണം കേട്ടോ. നല്ല രസമുണ്ട് പാലം കാണാനും. ഇപ്പോൾ ഒക്കെ മേൽപ്പാലൊക്കെ അവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ 4-ാം കല്ല് ഭാഗം മേൽപ്പാലൊക്കെ ഓപ്പണാക്കി. അപ്പോൾ അത് ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്തു. അപ്പോൾ അതിന് തൊട്ടപ്പുറത്തൊരു ഫാത്തിമ ഗ്രൂപ്പിൻ്റെ വീടുണ്ട്. അപ്പുറത്തുപ്പുറത്തൊക്കെ വീടുണ്ട്. ആ വീടൊന്നും ആദ്യം നമ്മൾ കണ്ടിരുന്നില്ല. ഇപ്പോൾ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. പാലത്തിൻ്റെ മേലെ നിന്നിട്ടാകുമ്പോൾ കറക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര രസമാണ് അതിൻ്റെ ഉള്ളൊക്കെ കാണാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തോന്ന് പറഞ്ഞു. നല്ല രസമുണ്ട് കാണാൻ. നല്ല വ്യൂ, അടിപൊളി വ്യൂ ആണ് കാണാൻ. അപ്പോൾ അങ്ങനെ അതൊക്കെ വീഡിയോ എടുത്തു. പിന്നെ നമുക്കിതിനെക്കുറിച്ച് വലിയ അറിവില്ല. സത്യം പറഞ്ഞാൽ എങ്ങനെ ചെയ്യാന്നുള്ളൊരു അറിവില്ല. അപ്പോൾ അതുകൊണ്ടുള്ളൊരു കുറേ പ്രോബ്ലം ഉണ്ട്. നിങ്ങൾക്ക് ക്ഷമിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞാൻ കിട്ടുമെന്നും എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇതിലേക്കൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. എന്തായാലും ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. എനിക്ക് 4 മക്കളാണ്. 3 ആൺകുട്ടികൾ, ഒരു പെൺകുട്ടി. അങ്ങനെയൊക്കെ ആയിട്ട് ഇളയതാണ് ഒരു മോള്, ചെറിയൊരു മോളാണുള്ളത്. അവളെ കാരണം ഇപ്പോൾ ഈ വോയിസ് ഓവറൊക്കെ എടുക്കേണ്ടി വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവളിങ്ങനെ ഒച്ച ഉണ്ടാക്കിയിട്ട് എപ്പോഴും ബാക്കിൽ നടന്നുകൊണ്ടിരിക്കും. മൂത്ത മോൻ്റെ ബർത്ത്ഡേ ആണ് ഈ മാസം. അവനക്ക് 15 വയസ്സാവും. പിന്നെ അതിൻ്റെ ഇളയതാണ് മക്കളെല്ലാവരും. പിന്നെ അതിന് 7 വർഷത്തിന് ശേഷം, ഇളയ മോനക്ക് 7 വയസ്സായതിന് ശേഷമാണ് മോളുണ്ടായത്.
അങ്ങനെയൊക്കെ. പിന്നെ എല്ലാവരും കമൻറ്റൊക്കെ അയക്കണേ. കമൻറ്റും നിങ്ങളുടെ ലൈക്കും ഷെയറൊക്കെ കിട്ടണം, എന്നാലല്ലേ നമ്മളും സക്സസ് ആവുള്ളൂ. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടെങ്കിലാണ് ഞങ്ങളൊക്കെ ഒന്ന് സക്സസ് ആയി പോവുള്ളൂ. നിങ്ങളൊക്കെ ഡെയിലി ഇതുപോലെ ഇനി ഒരേ വീഡിയോ ഒക്കെ ആയിട്ട് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതൊക്കെയാണ് വേണ്ടത് ഇനി. പിന്നെ ഇങ്ങനെ പോകുമ്പോഴത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അത് നല്ല രസമുണ്ട് കാണാൻ. മേൽപ്പാലൊക്കെ ഓപ്പൺ ആക്കിയപ്പോഴേ. ഇപ്പോൾ ഈ പോണത് എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് കേട്ടോ. ഞങ്ങളെ ബീച്ച് സൈഡിലാണ് ഞങ്ങളെ വീട്. അപ്പോൾ ആ ഭാഗമാണിത്, ഞങ്ങളെ വീട്ടിലേക്ക് തിരിയണ ഭാഗമാണ്. അവിടെ ഫുള്ള് രാമച്ചപ്പാടാണ്. വീടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഫുള്ള് രാമച്ചപ്പാടാണ് നിറഞ്ഞിരിക്കുന്നത്. അവിടെ ഒന്നും പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഫുള്ള് ഏക്കർ കണക്കിന് പറമ്പിൽ രാമച്ചപ്പാടാണ്. നല്ല രസമാണ് കാണാൻ, നല്ല ഭംഗിയാണ് അവിടെ. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ അവിടെയൊക്കെ നോക്കിയത് നല്ല ഒരു പ്രത്യേക ഒരു വൈബാണ്. പിന്നെ ഇതൊക്കെ പറയുമ്പോഴും നമുക്കിങ്ങനെ ഒരു ടെൻഷനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു ശീലമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ടെൻഷൻ. ഇപ്പോൾ ഈ പോണത് എൻ്റെ വീട്ടിലേക്കാണ് ഈ പോണേട്ടാ. ഞങ്ങളുടെ വീട്ടിലേക്കാണ്. എൻ്റെ വീട് ഇവിടെ അല്ല, കട വീടാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ സ്ഥിര താമസമാക്കിയിട്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ മുതൽ ഇവിടെ തന്നെ. അപ്പോൾ ഞങ്ങൾ രാത്രി എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്ത് ബീച്ചിൽ അനിയന്മാരും എല്ലാവരും കൂടി ഞങ്ങൾ ഫാമിലി മൊത്തമായിട്ട് ബീച്ചിൽ പോയിരുന്നു. കുറച്ച് നേരമൊക്കെ ഇരുന്ന് നല്ല രസമായിരുന്നു. ഈ നല്ല വെളിച്ചമുണ്ടായിരുന്നു. ആ വെളിച്ചത്തിൽ ഇങ്ങനെയൊക്കെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പോകുന്നു. ഒരു 8:30 ഒക്കെ സമയത്ത് ഞങ്ങൾ പോന്നു. അവിടെ നല്ല രസമാണ്. പെരിയമ്പലം ബീച്ച് എന്ന് പറയും. നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. നസ്ല ഫാമിലി എന്ന ചാനൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയൊന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. ഇൻഷാ അല്ലാഹ് നാളെ വീണ്ടും നമുക്ക് 8 മണിക്കലത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.